പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധങ്ങൾക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തി ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതിനെ തുടർന്നാണ് സ്പീക്കർ ഓം ബിർളയുടെ നടപടി. അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാർലമെന്റ് വളപ്പിൽ നാടകീയ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. രേഷ്മ ശാന്ത അശോകനുണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, വിവരങ്ങൾ. പാർലമെന്റ് വളപ്പിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് സ്പീക്കർ കടന്നത്. അമിത്ഷായുടെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത പ്രതിഷേധം ഇന്നലെ അടക്കം പാർലമെന്റ് കവാടത്തിൽ ഉണ്ടായത്. വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ഇന്നലെയും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. രേഷ്മ ശാന്ത അശോകനുണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, ഇന്നലെയും വലിയ പ്രതിഷേധമായിരുന്നു, നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി. എന്താണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയോടെയാണ് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധങ്ങൾക്ക് കനത്ത വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സ്പീക്കർ ഓം ബിർളയുടെ വിലക്ക് വന്നിരിക്കുന്നത്. ഭരണ പ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതിനെ തുടർന്നാണ് സ്പീക്കർ ഓം ബിർള ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, അമിത്ഷായുടെ വിവാദ പരാമർശത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് പാർലമെന്റ് വളപ്പിൽ കനത്ത നാടകീയ രംഗങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ പാർലമെന്റിലെ കയ്യാങ്കളിയിൽ BJP-യെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പിന്നീട് രംഗത്തെത്തുകയും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. അതുപോലെ BJP MP പിടിച്ചു തള്ളിയെന്ന ആരോപണവുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ച് 2 BJP MP-മാരും പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. MP-മാരെ തള്ളിയതിന് രാഹുൽ ഗാന്ധിക്കെതിരെ അനുരാജ് താക്കൂർ, ബൻസുരി സ്വരാജ്, ഹേമാങ് ജോഷി എന്നിവർ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയെയും BJP MP-മാർ പിടിച്ചു തള്ളിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. BJP-യാണ് സഭയിൽ പ്രകോപനം ഉണ്ടാക്കിയതെന്നും BJP-ക്ക് ഭരണഘടന വിരുദ്ധ, അംബേദ്കർ വിരുദ്ധ മനോഭാവം എന്നുമെല്ലാം കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു. അമിത്ഷായ്ക്കെതിരെയും കനത്ത ആരോപണങ്ങളാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അമിത്ഷായുടെ പാർലമെന്റ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും തെളിവുകൾ ഇപ്പോഴും സഭ TV-യിൽ ഉണ്ടെന്നുമായിരുന്നു കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം. ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയും ഇനിയും പാർലമെന്റിൽ പ്രതിഷേധം കനക്കാനും സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആതിര സ്പീക്കറുടെ പ്രതിഷേധങ്ങൾ വിലക്കിക്കൊണ്ടുള്ള ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത്. ഇനി എന്ത് നടപടിയാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ കൊണ്ടുവരുന്നതെന്നും വരും മണിക്കൂറുകളിൽ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ശരി, രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.